കുടുംബകാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു കുടുംബകാഴ്ചയിലേക്ക് പോകാം. ഹലോ. ഞാനിപ്പോൾ വരാം. ജാൻസിയേ, നീ വിഷമിക്കണ്ട ജാൻസി. നിന്നെ പരിചരിക്കാൻ എനിക്കും സങ്കടമുണ്ട്. എന്നാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. സർക്കാർ ജോലിക്കാരുടെ എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെ. അടുത്ത ആഴ്ച നീ ഇങ്ങ് വരുമല്ലോ. എനിക്ക് പോകാനൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഇവിടെ ഇച്ഛാനെ ഇട്ടിട്ട്. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, സർക്കാർ ഉദ്യോഗം ആയിപ്പോയില്ലേ. എന്താ ഇത് മറിയാതെ വെക്കണേ. അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച അവധിയാണല്ലോ. അപ്പം നമുക്ക് കൂടുതൽ ദിവസം ഇവിടെ കഴിയാം. കുഞ്ഞുഞ്ഞു വരുമ്പം കുറേ ദിവസമായി പറയുന്നു നിന്നെ കൂട്ടി അവിടെ വരെ ചെല്ലണമെന്ന്. അടുത്ത തവണ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. അല്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, ഞാൻ ദിവസം എണ്ണി ഇരിക്കുക, അടുത്ത ആഴ്ച ഒന്ന് വേഗം വരാൻ. ആരോഗ്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. നിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഒരു ശ്രദ്ധയില്ല ഒന്നിനും. കുഴപ്പമില്ല, എന്തായാലും ഞാൻ വിളിച്ച് ഓർപ്പിച്ചോളാം. ഇച്ഛയുടെ ഒരു കാര്യം. ഇന്ന് ശരി ഇച്ഛ, ഞാൻ ഇറങ്ങട്ടെ. അല്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. ഓ വേണ്ടെന്നേ, ഇവിടെ അടുത്തല്ലേ ബസ് സ്റ്റോപ്പ്, ഞാൻ പൊക്കോളാം. അങ്ങേരുടെ അച്ചാറ്. ഹലോ, കുട്ടാ, ഞാൻ ഇറങ്ങി. നീ എവിടെയാ? ദാ എത്തി. അയ്യോ, പതുക്കെ. തിരുവനന്തപുരം വരെ ബൈക്കിനാ, അത് കലക്കി. നമുക്ക് പോവാം. ക്രിസ്തീയ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ സഭാ പ്രബോധകരെല്ലാം പ്രാധാന്യത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യം ക്രിസ്തീയ വിവാഹത്തിൻ്റെ ഐക്യമാണ്. യൂണിറ്റി ഓഫ് ക്രിസ്ത്യൻ മാരേജ്. ഇഹലോകത്തിൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബന്ധമാണ് ഭാര്യാഭർത്തൃബന്ധം. ക്രിസ്തു എപ്രകാരം സഭയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും നൽകിയോ, അതുപോലെ ഇഹലോകത്തിൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മുഴുവനായും നൽകാനിടയാവണം. വിശുദ്ധ പൗലോസ്ലീഹ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ബന്ധത്തെ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തോടാണ് ഉപമിക്കുന്നത്. ക്രിസ്തീയ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാനായി വിശുദ്ധ പൗലോസ്ലീഹ എടുക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെയാണ്. നമുക്കറിയാം, ക്രിസ്തീയ സ്നേഹമെന്ന് പറയുന്നത് സ്വാർത്ഥപരമായ സ്നേഹമല്ല. സ്വീകരിക്കുന്ന സ്നേഹം എന്നതിനേക്കാൾ കൂടുതലായി ക്രിസ്തീയ സ്നേഹം കൊടുക്കുന്നതാണ്. അതിന് വലിയ മാതൃക രക്ഷകനായ ഈശോ തന്നെയാണ്. പൗലോസ്ലീഹ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്രകാരം ക്രിസ്തു സഭയെ സ്നേഹിച്ചുവോ അതുപോലെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തു തന്നെ മുഴുവനായും സഭയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നൽകി. ഇവിടെയാണ് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പൂർണ്ണത നാം കാണുന്നത്.
ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇതിൻ്റെ ഒരു പകർപ്പാണ് നമുക്ക് കാണാനിടയാകേണ്ടത്. ക്രിസ്തീയ വിവാഹത്തിന് അനന്യമായുള്ള സ്വഭാവമാണ് അതിൻ്റെ ഐക്യമെന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് മുഴുവനായും ഭർത്താവിന് വേണ്ടിയും ഭർത്താവിന് മുഴുവനായും ഭാര്യയ്ക്ക് വേണ്ടിയും സമർപ്പിക്കാൻ സാധിക്കും. ഇത് ശരീരത്തിലുള്ള സമർപ്പണം മാത്രമല്ല, മാനസികമായും വൈകാരികമായും ഒക്കെ ഈ സമർപ്പണം നടത്താൻ ഭാര്യാഭർത്താക്കന്മാർക്ക് കഴിയും. പക്ഷേ ഈ ഒരു കാര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സമീപന രീതികൾ ഇന്ന് പുതുതായി വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ആളുകളുടെ ഇടയിൽ വളരുന്നു എന്നത് നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് മനുഷ്യർ പുതുമ തേടി പോവുകയാണ്. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ പുതുമയ്ക്ക് വേണ്ടി അന്വേഷണമുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ മനോഭാവം ഇന്ന് കടന്നു വരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും സമർപ്പിക്കണം വിവാഹ ജീവിതത്തിൽ എന്ന് സഭ പറയുമ്പോൾ, കുറേ നാൾ കഴിയുമ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനെ കാണാനുള്ള പ്രേരണ, ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു സ്ത്രീയെ കാണാനായിട്ടുള്ള പ്രേരണ, ഇത് പൈശാചികമാണ്. നമുക്കറിയാം, ഇന്ന് ദൈവം തൻ്റെ കൃപകൾ സഭയിൽ വർഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൃപകൾ വർഷിക്കുന്നത് കുടുംബജീവിതത്തിലൂടെയാണ്. പക്ഷേ കുടുംബജീവിതത്തിലൂടെ ദൈവം തൻ്റെ കൃപകൾ വർഷിക്കാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ ബന്ധത്തിൽ വിശുദ്ധി പാലിക്കാൻ ഇടയാവണം. സീറോ മലബാർ കുർബാനയിലെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു ശ്ലോസ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനുമായ കർത്താവേ, ദൈവവും ദൈവത്തിൻ്റെ കൃപകളും വസിക്കുന്നത് വിശുദ്ധിയുള്ളിടത്താണ്. ഭാര്യാഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ജീവിത വിശുദ്ധി ശാരീരികമായ ബന്ധത്തിൽ, മാനസികമായ ബന്ധത്തിൽ, ലൈംഗികമായ ബന്ധത്തിൽ ഒക്കെ പാലിക്കാൻ സാധിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തെ ഇഹലോകത്തിൽ അവതരിപ്പിക്കുമ്പോൾ പഴയ നിയമ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നുണ്ട്. എപ്രകാരം യാഹുവയായ ദൈവത്തോട് ഇസ്രായേൽ ജനം വിശ്വസ്തത കാട്ടിയോ, അതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന സ്ത്രീക്കും പുരുഷനും അന്യോന്യം വിശ്വസ്തത കാണിക്കാൻ സാധിക്കണമെന്ന് പറയുന്നുണ്ട്. വിവാഹ ജീവിതത്തിലെ അനന്യമായ ഒരു കാര്യമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പുലർത്തേണ്ടുന്ന വിശ്വസ്തത. സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഭാര്യാഭർത്താക്കന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന വിശ്വസ്തത പാലിക്കാതെ പോകുമ്പോൾ അത് മക്കളുടെ ഭാവി ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മാത്രമല്ല, വിവാഹത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ദൈവം വിവാഹത്തിൽ ഇടപെടുന്നത് കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ കാണിക്കുന്ന വിശ്വസ്തത ദൈവത്തോടും കാണിക്കുന്ന വിശ്വസ്തതയാണ്. തൻ്റെ സ്വാർത്ഥപരമായ ഇച്ഛയെ പ്രതി, സ്വന്തം ആഗ്രഹത്തെ പ്രതി ഭർത്താവിൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനെ, ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു സ്ത്രീയെ കാണുന്ന വ്യക്തി ഇവരെ ഇരുവരെയും വിശുദ്ധമായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിനെതിരായി ചോദ്യമുയർത്തുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിശ്വസ്തതയുടെ കാര്യമല്ല, വിളിച്ച ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ കാര്യം കൂടിയാണ്. ഇവിടെ ദൈവവചനം നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കണം. നിങ്ങളുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതുകൊണ്ട് ദൈവം പരിശുദ്ധനാണെങ്കിൽ ദൈവത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ബന്ധവും പരിശുദ്ധമായി തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ ഇക്കാലത്ത് വിവാഹം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ ചില തെറ്റായ കാഴ്ചപ്പാടുകളെ എടുത്തു പറയേണ്ടി വരും.
ഒന്നാമത്തേത് വിവാഹത്തിന് മുൻപുള്ള ബന്ധം. രണ്ടാമത്തേത് വിവാഹേതര ബന്ധം. പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത്, വിവാഹവൃക്ക ധ്യാനത്തിൽ ഞാൻ പരിശീലനം നൽകിയപ്പോൾ കണ്ട ഒരു യുവാവിനെയും യുവതിയുമാണ്. ഇവർ മാസങ്ങളായി പ്രേമത്തിലായിരുന്നു. വിവാഹം കഴിക്കാൻ അവർ തീരുമാനിച്ചു. ഈ ഒരുക്ക ധ്യാനത്തിൽ വന്നപ്പോൾ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായി കണ്ടു. ആദ്യം പെൺകുട്ടിയെ കണ്ടു, പിന്നെ ഈ ചെറുക്കനെ കണ്ടു. രണ്ടുപേരോടും സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറഞ്ഞു. പക്ഷേ പെൺകുട്ടിയാണ് കൂടുതലായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇവൾ പറഞ്ഞു, ഈ 6 മാസത്തെ പരിചയത്തിനിടയിൽ പലപ്പോഴും ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, നീ പ്രേമിച്ച യുവാവിനെ തന്നെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നതെങ്കിൽ തന്നെയും നീ അവനോട് ക്ഷമ ചോദിക്കണം, ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് അവനെ പ്രേരിപ്പിച്ചത്. ആ പെൺകുട്ടി സമ്മതിച്ചു. ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ച ശേഷം ചായയ്ക്ക് വേണ്ടി ഞാനും അവളോടൊപ്പം ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഈ പയ്യനുമായിട്ട് ഈ പെൺകുട്ടി രഹസ്യമായി എന്തോ സംസാരിച്ചു. എനിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറയുകയായിരുന്നു. പെട്ടെന്ന് അവൻ തമാശ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ചോ, ഇവക്ക് ഒരു രഹസ്യവും സൂക്ഷിക്കാൻ അറിയത്തില്ല, അവൾ എല്ലാം അച്ഛനോട് പറഞ്ഞല്ലേ. എന്ത് ലാഘവത്തോടെ ആ കാര്യത്തെ എടുത്തത്. അതിൽ ആ പെൺകുട്ടി പിന്നെ തിരിച്ചെന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞാൻ വിവാഹം കഴിക്കാൻ പോണ ആ യുവാവിനോട് ഞാൻ തുറന്ന് ക്ഷമ ചോദിച്ചു. കാരണം ഞാൻ വിവാഹത്തിന് മുൻപ് അത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് അയാളെ നയിച്ചു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ യുവാവ് അത്ര ഗൗരവത്തിൽ അതിനെ കണ്ടില്ല. ഇന്ന് വിവാഹപൂർവ്വ ബന്ധത്തിലേക്ക് പോകുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അത് ഏത് മതത്തിലുള്ള ആളുകളുടെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചായാലും അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നതിന് ഒരു സംശയവുമില്ല. ഈ യുവാവിന്, യുവതിക്ക് എത്ര നാൾ ഈ രഹസ്യം പുറത്താരോടും പറയാതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? എപ്പോഴെങ്കിലും ഇത് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വിവാഹപൂർവ്വ ബന്ധങ്ങൾ അപകടകരം തന്നെയാണ്. ഇവിടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളെ പഠനത്തിനും ജോലിക്കുമൊക്കെയായി പുറത്തേക്ക് വിടുമ്പോൾ അവരുടെ ബന്ധങ്ങൾ ആരോഗ്യകരമായി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയണം. തെറ്റായ സാഹചര്യങ്ങൾ, തെറ്റായ പരിചയങ്ങൾ അതിൽ വിടുമ്പോൾ അശുദ്ധമായ ബന്ധത്തിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. ജീവിതമെന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ തുടങ്ങി അവിടെ തീരുന്നതല്ല, അതിനൊരു തുടർച്ചയുള്ളതാണ്. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാവിന്, യുവതിക്ക് പിന്നീട് വിവാഹ ജീവിതത്തിലേക്ക് വരേണ്ടി വരും. എങ്ങും ഒരു ബന്ധമില്ലാത്തൊരു തുടക്കമില്ല. കടന്നുപോയ കാലത്തോട് ബന്ധം ഉണ്ട് വരുന്ന കാലത്തിന്. അപ്പോൾ ഈ യുവാവോ യുവതിയോ അവിശുദ്ധമായ ഒരു ബന്ധത്തിലേക്കും പരിചയത്തിലേക്കും പോയി എങ്കിൽ അതിനുശേഷം വരുന്ന വിവാഹ ജീവിതത്തെ അത് ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പുറത്ത് പഠിക്കുന്ന, ജോലി ചെയ്യുന്ന മക്കളോട് ഇക്കാര്യങ്ങളൊക്കെ ഗൗരവത്തോടുകൂടെ തിരക്കാൻ ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടതാണ്. ഇന്ന് വലിയ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം വിവാഹ അനന്തര ബന്ധമാണ്, വിവാഹേതര ബന്ധമാണ്. ഭർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണുക, ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ കാണുക. ഈ വിവാഹ ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ, അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വിചാരമില്ലാതെ വെറും ലൗകികമായി മാത്രം ഭാര്യാഭർത്തൃ ബന്ധത്തെ കാണുന്ന രീതി നമുക്കറിയാമല്ലോ. ലൈംഗികത എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് കൊടുത്ത വലിയൊരു ദാനമാണ്. അത് വിശുദ്ധമാണ്. പക്ഷേ അത് വിശുദ്ധമായി കൈകാര്യം ചെയ്യപ്പെടണം. അശുദ്ധമായ കാര്യത്തിന് വേണ്ടി വിശുദ്ധമായതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെയാണ് പ്രശ്നം ഉണ്ടാവുക. നമ്മുടെ കാഴ്ചപ്പാട് തെറ്റാൻ പാടില്ല. ശുദ്ധ നിയോഗത്തോടുകൂടെ ഈ ലൈംഗികതയെ നമുക്ക് കാണാനായി സാധിക്കണം. ലൈംഗികത വിശുദ്ധമാണ്, അത് ദൈവദാനമാണ്, അതൊരു മൂല്യമാണ്. പക്ഷേ അതിനർത്ഥമുണ്ടാകുന്നത് വിവാഹത്തിനുള്ളിലാണ്. ക്രിസ്തീയ സഭ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ലൈംഗികതയുടെ ലക്ഷ്യം എന്താണത്? ഭാര്യ ഭർത്താക്കന്മാരുടെ
പരസ്പരമുള്ള സ്നേഹം, ഒപ്പം സന്താനോൽപാദനം. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണത്. പക്ഷേ അവിടെയും അവരുടെ മനസ്സിനെ നയിക്കേണ്ടത് സന്താനോൽപാദനം എന്ന ലക്ഷ്യം തന്നെയാവണം. എല്ലാ ദാമ്പത്യ സ്നേഹവും എത്തി നിൽക്കേണ്ടത് ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്കാണ്, സന്താനോൽപാദനത്തിലേക്കാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പണ്ടത്തെ വിവാഹിതരായ ആളുകൾ, നമ്മുടെ മാതാപിതാക്കളും മറ്റും, ഈ ജീവനെ തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അവർക്ക് ഈ കൃത്രിമ മാർഗങ്ങളോ ഇന്ന് സഭ പറയുന്ന സ്വാഭാവിക ജനന നിയന്ത്രണ മാർഗങ്ങളോ ഒന്നും പരിചയമില്ലായിരുന്നു. അവർക്ക് പരിചയം ഉണ്ടായിരുന്ന ഒറ്റ മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? അത് ഉപവാസം, ആബ്സ്റ്റിനൻസ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രമല്ല നോമ്പ് കാലത്തും ഉപവാസം അനുഷ്ഠിക്കേണ്ട ദിവസങ്ങളിലൊക്കെ മാറ്റി വെച്ചിരുന്നത്. അവരുടെ ഈ അനുവദനീയമായ ലൈംഗിക ബന്ധത്തിൽ നിന്നും അവർ മാറി നിന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലും അവർ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു എന്നതാണ്. ഇന്ന് എത്ര വിവാഹിതരോട് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധത്തിലും സ്ത്രീ പുരുഷന്മാർക്ക് ശുദ്ധത പാലിക്കാനായി സാധിക്കും. ലൈംഗികതയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യമാണെങ്കിൽ, ദമ്പതികളുടെ പരസ്പര സ്നേഹവും സൃഷ്ടികർമ്മവുമാണെങ്കിൽ, ഈ ഒരു ശുദ്ധ നിയോഗം മനസ്സിൽ വെച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരുന്ന സ്ത്രീ പുരുഷന്മാർ ഇന്നുണ്ടാവണം. നമുക്കറിയാം, ഇക്കാലത്തൊക്കെ മാർപ്പാപ്പമാർ വിശുദ്ധ കുടുംബജീവിതം നയിക്കുന്ന ദമ്പതികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇനി അത്തരത്തിലുള്ള ഒത്തിരി കുടുംബങ്ങൾ ഉണ്ടാവണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ലൈംഗികതയിൽ പാലിക്കേണ്ട വിശുദ്ധി. ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് വലിയ മാതൃകയായി മാറേണ്ടതാണ്. ഇവിടെ വഴിതെറ്റിക്കുന്ന വലിയൊരു കാര്യം മാധ്യമങ്ങളാണ്. നമുക്കറിയാം, മാധ്യമങ്ങൾക്ക് നല്ല കാര്യം ചെയ്യാൻ പറ്റും, പക്ഷേ വഴിതെറ്റിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ. ഇന്ന് നമുക്കറിയാം, ടിവിയോ ചാനലുകളോ ഒന്നുമല്ല യുവജനങ്ങളെ നയിക്കുന്നത്. ഇന്നവരെ നയിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെയാണ്. ഈ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഉണ്ടാകുന്ന പരിചയങ്ങൾ പലപ്പോഴും വിവാഹേതര ബന്ധത്തിലേക്ക് നയിക്കാനിടയാകുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് ചില ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടേണ്ടതായത് വരും, ഒരു സംശയമില്ല. ഒരു യുവാവ് യുവതിയെ പരിചയപ്പെടുന്നു, യുവതി യുവാവിനെ പരിചയപ്പെടുന്നു. പക്ഷേ വിവാഹം കഴിയുമ്പോൾ നിൻ്റെ ഒരു സുഹൃത്ത് നിൻ്റെ ജീവിത പങ്കാളിയുടെ കൂടി സുഹൃത്തായി മാറണം. പെണ്ണായ നിനക്ക് ഒരു യുവാവായി സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്ത് നിൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തു കൂടിയായി മാറണം, അല്ലെങ്കിൽ അപകടമാണ്. അപ്പോൾ വിവാഹത്തിന് മുൻപ് നിൻ്റെ ഫോണിൽ നീ സൂക്ഷിച്ചിരുന്ന ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ മെയിൽ ID-കൾ ഒക്കെ ഡിലീറ്റ് ചെയ്യുക തന്നെ വേണം. അല്ലെങ്കിൽ ആ വ്യക്തികൾ നിൻ്റെ ജീവിത പങ്കാളിയുടെ കൂടി പരിചയത്തിലേക്ക് വരുന്ന വ്യക്തികളാവണം. ഇവിടെ ബന്ധങ്ങൾ നിഷിദ്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല. വിവാഹം ആശീർവദിക്കുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ നൽകട്ടെ എന്നുകൂടി പറഞ്ഞ് ആശീർവദിക്കുന്നുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം, പക്ഷേ അത് ഒരിക്കലും ഭർത്താവിനോ ഭാര്യയ്ക്കോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മാറാൻ പാടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഓപ്ഷൻസ് ഇല്ല, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. അവിടെ ബന്ധം ഏകമാണ്. ആ ബന്ധം ഐക്യത്തിലേക്ക് നയിക്കേണ്ടതാണ്. അതുകൊണ്ട് വൈവാഹിക ബന്ധത്തിലെ അവിശ്വസ്തത ഇന്ന് വൈവാഹിക ജീവിതത്തിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെ ഒത്തിരി മാറ്റിക്കളയുന്നു. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പുതുതായി കാലെടുത്ത് കുത്തുന്ന കുട്ടികളും യുവജനങ്ങളും ഒക്കെ വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിച്ച് അതിലേക്ക് വരാനായിട്ടിടയാവണം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല മാതൃക നൽകുന്ന ഒട്ടേറെ കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ശാലോം ടെലിവിഷൻ അത്തരത്തിലുള്ള നല്ല മാതൃകാ കുടുംബങ്ങളെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു ശുശ്രൂഷ അവസാനിക്കുമ്പോഴും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട നല്ല ഒരു കുടുംബത്തെ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ കുടുംബത്തെ ശ്രദ്ധിച്ച് അനുകരണീയമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനായി ശ്രദ്ധിക്കും എന്ന് ഞാൻ കരുതുകയാണ്.
അത്തരത്തിലുള്ള മാതൃകാ കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. എൻ്റെ പേര് ചാക്കോ, വീട്ടുപേര് പുതുക്കുളങ്ങര. എൻ്റെ ഭാര്യ മേരിക്കുട്ടി. ഞങ്ങൾ വിവാഹിതരായിട്ട് 37 വർഷമായി. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കാൻ 2 പേർക്കും കൂടെ പങ്കെടുക്കാനുള്ള കൃപ ദൈവം തന്നു. അതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അറിയാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചു. ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അതുവഴി ഞങ്ങൾക്ക് ഇടയായി. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് 8 മക്കളെ നൽകി. 3 ആൺമക്കളും 5 പെൺമക്കളും. അതിലെ പെൺമക്കളിൽ ഒരാളെ കർത്താവ് അവിടുത്തെ ശുശ്രൂഷയിലേക്ക് വിളിച്ച് കന്യാസ്ത്രീയായി സേവനം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികളുണ്ടായിരുന്നു സമൂഹത്തിൽ നിന്നൊക്കെ. കുഞ്ഞുങ്ങളെ ഇത്രയും സ്വീകരിച്ചതിൽ അപമാനവും കളിയാക്കലുകളും ഒക്കെ വന്നു എങ്കിലും അതെല്ലാം തമ്പുരാനെ പ്രതി എല്ലാം സ്വീകരിച്ചു. അതിനെല്ലാം ദൈവം ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് വലിയ പഠനമോ കാര്യങ്ങളൊന്നും മക്കൾക്കില്ല എങ്കിലും നല്ല നിലയിൽ ഒരു ജോലി മേഖലയിലൊക്കെ ഉയരാൻ മക്കളെ ദൈവം സഹായിച്ചു. അതിലൂടെ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ മക്കളുടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ സഹായിച്ചതും ദൈവം ഇടവരുത്തിയതും ഒക്കെ അതാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലന. പ്രത്യേകിച്ച് ദൈവത്തോട് ഞങ്ങൾ വിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടും അവിടുന്ന് വിശ്വസ്തനായിരുന്നു. ഇന്നും ആ വിശ്വസ്തത അവിടുന്ന് തുടരുന്നു. ഞങ്ങളിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, തന്ന കാര്യങ്ങൾ ദാനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മറന്നു പോകാറുണ്ട്. എന്നാലും ദൈവത്തിനൊരു പരിഭവമില്ലാതെ അതിന് പകരം ചോദിക്കാതെ അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു. 2003 ഞങ്ങളുടെ 2ാമത്തെ മോന് ആഫ്രിക്കയിലേക്ക് ജോലി കിട്ടി. അവൻ പോയിട്ട് 2-3 മാസത്തിന് ശേഷം മൂത്ത സഹോദരനെ കൂടെ അവൻ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവരുടെ 2 പേരുടെയും അധ്വാന ഫലമായി ഞങ്ങൾക്ക് ഇന്ന് താമസിക്കുന്ന ഈ ഭവനവും ഇതിന് ചുറ്റുമുള്ള സ്ഥലവും ഒക്കെ വാങ്ങുവാൻ, അങ്ങനെ ഇവിടേക്ക് ആ മലയിൽ നിന്ന് ഇറങ്ങി ഈ വീട്ടിലേക്ക് താമസിക്കാനൊക്കെ ദൈവം കൃപ തന്നു. അതിന് ശേഷമാണ് മക്കൾ ആഫ്രിക്കയ്ക്ക് പോയതിന് ശേഷമാണ് 3 പെൺമക്കളെയും വിവാഹിതരാക്കി. അവർ സന്തോഷമായിട്ട് അവരുടെ ഭവനങ്ങളിൽ കഴിയുന്നു. ഞങ്ങൾ 8 മക്കളിൽ ഞാനാണ് ഏറ്റവും ഇളയത്. എൻ്റെ പേര് ജോബി എന്നാണ്. ഞാൻ എറണാകുളത്ത് BBA പഠിക്കുകയാണ്. എൻ്റെ തൊട്ടുമുത്ത ചേച്ചി ജസ്ന, അവളുടെ ഉടുപ്പിയിൽ BSc നഴ്സിംഗ് 3rd year ആണ്. ഞാൻ പപ്പാൻ്റെ അമ്മയുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന പ്രത്യേകത, അവർ എല്ലാ ദിവസവും രാവിലെ എൻ്റെ പപ്പ അമ്മേൻ്റെ അടുത്തുള്ള ഇങ്ങനെ അടുക്കളയെ സഹായിക്കും. അവർ ജോലി ചെയ്യുന്നത് ജവമാലയിൽ കൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പപ്പയാണ് വിളിച്ച് എഴുന്നേൽപ്പിക്കുക. ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഞങ്ങളെ ഒരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യല. പപ്പയുടെ മമ്മിയുടെ ജീവിതം എനിക്കും ഒത്തിരി സ്വാധീനമുണ്ട്. തമ്മിലൊരു പരാതിയില്ല. മമ്മിക്ക് ഒത്തിരി ഉത്തരവാദിത്വം കൂടുകയാണെങ്കിലും മമ്മി ഒന്നിനും പരാതി പറയില്ല പപ്പേനോട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവരാദ്യം പ്രാർത്ഥിക്കും, ദൈവത്തോട് അന്വേഷിക്കും എന്താണ് ചെയ്യേണ്ടത്, ചെയ്യണോ വേണ്ടോ എന്ന് അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അന്വേഷിക്കും. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യം, ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചു. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഹോസ്റ്റലിൽ എനിക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പപ്പയോട് പറയും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചെയ്താൽ മതി. ഞാനും പ്രാർത്ഥിക്കും. ഞങ്ങൾ മക്കൾക്ക് എല്ലാവർക്കും തന്നെ അവരുടെ പ്രാർത്ഥന ജീവിതം ഒത്തിരി മാതൃകയാണ്. ഞങ്ങൾ 8 മക്കൾ ഒരുമിച്ച് കൂടുന്നത് 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും. ഞങ്ങളെല്ലാവരും ലീവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് കൂടും. അപ്പം ഞങ്ങൾക്കത് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങൾ പരമാവധി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും. ലീവ് ഞങ്ങൾ കാത്തിരിക്കും ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പപ്പാനും മമ്മീനെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പൊക്കെ പോകും.
ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക്. ആ ഏപ്രിൽ മെയ് മാസമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ലീവ് എപ്പോഴും. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, അധ്വാനം ഉണ്ടായിരുന്നു. മക്കളുടെ വളർത്തുന്ന കാര്യങ്ങളിലൊക്കെ മേരിക്കുട്ടി വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. പറമ്പിലെ പണികളും കന്നുകാലിയുടെ കാര്യങ്ങളിലും ഒക്കെ എനിക്ക് തിരക്കുണ്ടായിരുന്നുവെങ്കിലും എന്നെ അതിലും സഹായിക്കാൻ സന്നദ്ധയായിരുന്നു. അങ്ങനെ പങ്കുവെച്ചുള്ള ഒരു ജീവിതത്തിലൂടെ ഈ കാലം അത്രയും കടന്നു വന്നു. ശാരീരികമായിട്ട് രോഗങ്ങളിലൂടെ ഒത്തിരി വേദനയിലൂടെയൊക്കെയാണ് ഇന്ന് മേരിക്കുട്ടി കടന്നു പോകുന്നത്. എന്നാലും അതിൻ്റേതായ ഒന്നും പ്രകടിപ്പിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനുള്ള ആരോഗ്യവും ശക്തിയും ദൈവം കൊടുക്കുന്നുണ്ട്. 8-9 കൊല്ലം മുമ്പ് എനിക്കുണ്ടായ ഒരു വീഴ്ചയിൽ നട്ടിലിന് ചെറിയ തകരാറ് പറ്റി. അതുപോലെ കശേരുക്കളൊക്കെ പൊട്ടിയാകുന്നു. എന്നാലും 3 മാസത്തോളം തീർത്ത് കിടപ്പായിരുന്നു. അന്ന് ചാക്കോച്ചനാണ് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും, പുറമേ നിന്ന് ആരും അങ്ങനെ ശുശ്രൂഷിക്കാൻ നിർത്തിയില്ല. ചാക്കോച്ചൻ തന്നെ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കി. തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ആ ചിന്തയോടുകൂടി ജീവിക്കുമ്പോൾ എല്ലാ ക്ലേശങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനും സാധിക്കും. നമ്മൾ നിരാശപ്പെട്ട് പിന്തിരിയാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ എല്ലാം കാണുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുമ്പോൾ ദൈവം വഴി നടത്തുന്നത് നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് കാണാനും മനസ്സിലാക്കാനും അങ്ങനെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും സാധിക്കുന്നുണ്ട്. മക്കളുടെ ജീവിതത്തിലാണേലും എല്ലാവരും ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചും തമ്പുരാനോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു. അതുപോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയത്ത് തമ്പുരാനോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാൻ്റെ ഹിതം അന്വേഷിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ ദൈവത്തോട് ചേർന്ന് മുന്നേറാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ ഉപദേശവും സഹോദരങ്ങളുടെ സഹായവും ഒക്കെ ഒത്തിരി ബലപ്പെട്ടതാണ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും ഒക്കെയുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ടും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പരസ്പരം പങ്കുവെച്ചും ക്ഷമിച്ചും ക്ഷമ ചോദിച്ചുമുള്ളൊരു ജീവിതം, അതിലൂടെ ഒത്തിരി സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് രൂപപ്പെടുത്തിയ കുടുംബങ്ങളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പുലർത്തേണ്ടുന്ന വിശ്വസ്തത അവരുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പുലർത്തുവാൻ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശ്രദ്ധ മൂലം, ലൗകിക വ്യഗ്രത മൂലം വിവാഹത്തിൻ്റെ വിശ്വസ്തതയിൽ നിന്ന് വിവാഹ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ട ആരെങ്കിലും കടന്നു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവെ, പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും അവരെ നയിക്കണമേ. വരും തലമുറകൾക്ക് വൈവാഹിക ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും പാലിക്കുവാനുള്ള വലിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയിലേക്ക് ഞങ്ങളെ എപ്പോഴും നയിക്കുവാൻ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.